കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേട്ടായി, ഈ ഒരു അവസ്ഥയിൽ സുദർശനങ്ങളെ കാണുന്നതും സംസാരിക്കുന്നതും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? അതെ രവി, രഘു പറയുന്നതിലും കാര്യമുണ്ട്. ആ, നമ്മളിപ്പോ അങ്ങോട്ട് ചെന്നാൽ അവര് ശ്രീലക്ഷ്മി ചോദിക്കും. അതിനിപ്പോഴും നമ്മുടെ പക്കലൊരു ഉത്തരമില്ല. മാത്രമല്ല, സുദർശനങ്ങളിനെ ഒരു തരത്തിലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കുറച്ചുകൂടി ട്രൈ ചെയ്തതിന് ശേഷം അവർക്ക് മുഖം കൊടുക്കുന്നതല്ലേ നല്ലത്? ചേട്ടായി, ഇപ്പം നിർബന്ധം ഇല്ലെങ്കിൽ നിർബന്ധമുണ്ട്. സരോജമേ, നിങ്ങൾ നോക്കുന്നവളെ കൂടെയില്ല. രവി, അകത്തേക്ക് പോ. നിങ്ങൾ ആരും ഇപ്പൊ അകത്തേക്ക് വരണ്ട. കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. രവി, നീ വാ. നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് വരാം. ശരി ചേച്ചി.
ഇരിക്കും സർ. സാറേ, ശ്രീടച്ചൻ കിടന്നോളൂ. സാർ, എൻ്റെ മോള് മോളെ കൂടെ കൊണ്ടുവന്നില്ലേ സാറേ? അവള് ജീവനോടെ ഉണ്ടോ സാറേ? അതെങ്കിലും ഒന്ന് പറയോ? ഈ കിടക്കയിൽ നിന്ന് ഞാനിനി എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല. മരണസൂചനകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ജീവിച്ച നാളത്രയും എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. ജീവൻ പോകുന്നത് അവളെ കുറിച്ചുള്ള ആദ്യം കൊണ്ട് തന്നെ. അവസാനമായി സാറിനെ മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇനി അത് നടക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. അന്ന് ആശുപത്രിയിൽ വെച്ച് സാറിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ടി വന്നു. ഒരു തെറ്റിന് പലതവണ മാപ്പ് പറയേണ്ടി വരുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇത്തവണ കൂടി സാർ എന്നോട് ക്ഷമിക്കണം. എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാവും. ശ്രീടച്ചൻ ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. സമാധാനമായിട്ട് വിശ്രമിക്കുക ഇപ്പൊ ആവശ്യം. എൻ്റെ മോളുടെ കാര്യത്തിനും പരിഹാരം ഉണ്ടാവോ സാറേ? എൻ്റെ മോളെ ഒരു വട്ടം കൂടി എനിക്ക് കാണാൻ പറ്റുമോ? അവളെവിടെയോ ജീവനോടുകൂടി ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവളെ കണ്ടെത്താനും കൂട്ടിക്കൊണ്ടുവരാനും സാറിന് മാത്രമേ കഴിയൂ. കൂട്ടിക്കൊണ്ടുവരില്ലേ സാർ? ഇനി അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കണോ? സാറിങ്ങനെ ഉത്തരവില്ലാതെ നിസ്സഹായനായിരിക്കുമ്പോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. എന്റെ കാത്തിരിപ്പിന് അർത്ഥമില്ലെന്ന് തോന്നുന്നു. മരണം കാത്തു കിടക്കുന്ന ഒരു കിഴവന്റെ ആഗ്രഹമാണ് എന്റെ മോളെ സാറ് കൊണ്ടുവരില്ലേ? കൊണ്ടുവരില്ലേ സാറ്? കൊണ്ടുവരും, കൊണ്ടുവരും. എവിടെയാണെങ്കിലും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിത്തരും ഞാൻ. സാർ ഇത് കാര്യമായിട്ട് പറയുന്നതാണോ അതോ എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണോ? ഈ അവസ്ഥയിലുള്ള ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. ഇനി ഞാൻ എവിടേക്ക് വരുന്ന ദിവസം എന്റെ കൂടെ ശ്രീലക്ഷ്മി ഉണ്ടാവും. എന്റെ വാക്കാണത്. എന്റെ വാക്കിനും വിശ്വാസത്തിനും അർത്ഥം ഒന്നേ ഉള്ളൂ. മതി, അത് കേട്ടാ മതി. സാറിന് എനിക്ക് വിശ്വാസമാണ്. ഇനിയുള്ള ഓരോ നിമിഷവും ഞാൻ കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ്. ഞാൻ ശ്രീലക്ഷ്മിയെ കൊണ്ടുവരുന്ന ദിവസം ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ അവസ്ഥ ഇതാകരുത്. അതിന് ഡോക്ടർ പറയുന്നതനുസരിക്കണം.
മടങ്ങിപ്പോകുന്നു. വൈകാതെ ഇവിടേക്ക് ഞാൻ തിരിച്ചു വരും ശ്രീലക്ഷ്മിയായിട്ട്. ചേട്ടാ പതുക്കെ. രവി മോനെ അമ്മ ഇപ്പൊ എന്റെ കൂടെ വരണ്ട. ചില കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യാനുണ്ട്. വേണ്ട. ഇവിടെ വന്ന് കൈകൂപ്പി നിന്നപ്പോഴൊക്കെ പരിഹാരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിൽക്കുന്നത് അപേക്ഷയായിട്ടല്ല, ആവശ്യമായിട്ട്. ആ ആവശ്യം നിറവേറ്റി തന്നേ മതിയാവൂ. എനിക്കെന്റെ ശ്രീലക്ഷ്മിയെ തിരിച്ചു തരണം. അറിവച്ച കാലം മുതൽ ഈ നടയിൽ അവള് വളർന്നത്. ഇവിടെയാണ് സന്തോഷവും സങ്കടവും അവള് വന്ന് പറഞ്ഞത്. എന്റെ പ്രാർത്ഥന കേൾക്കണം. രവിവർമ്മൻ എന്ന വ്യക്തി ഇപ്പൊ നിൽക്കുന്നത് പൂജ്യത്തിലാണ്. ഒന്നിൽ നിന്ന് തുടങ്ങാൻ പോവുക ഞാൻ, ഈ നടയിൽ നിന്ന്. ഇനി ഞാൻ ഇവിടെ വരുമോ ഇല്ലയോ എന്നറിയില്ല. വരുന്നുണ്ടെങ്കിൽ ഞാനും ശ്രീലക്ഷ്മിയും ഒരുമിച്ച് ഇവിടെ കൈകൂപ്പി നിൽക്കാനായിരിക്കണം. എന്റെ ശ്രീലക്ഷ്മി എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എന്റെ മനസ്സിലിരുന്ന് പറയുന്ന ശക്തി ഈ 4 ദൈവങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീലക്ഷ്മി എന്റെ മുന്നിൽ വരുന്നതുവരെ അവൾക്ക് താങ്ങായിട്ടുണ്ടാകണം. ആപത്തൊന്നും ഉണ്ടാകാതെ കാത്തു സംരക്ഷിക്കണം. എത്രയും പെട്ടെന്ന് അവൾ എന്നിലേക്ക് വന്നു ചേരണം.
അല്ല രവി, നീ എന്തൊക്കെയാ സുദർശൻ ചേട്ടനോട് പറഞ്ഞത്? എന്തുറപ്പിന്മേല അദ്ദേഹത്തിന് നീ വാക്കുകൊടുത്തത്? അദ്ദേഹത്തിനോട് എന്ത് പറയാനാ നീ ഇവിടേക്ക് വന്നത്? എന്നിട്ട് നീ എന്താ പറഞ്ഞത്? ഉള്ളതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇതോടെ എല്ലാം അവസാനിക്കില്ലായിരുന്നു. ഇതിപ്പോ ഉള്ളതുപോലെ പറയണോ? എന്താണുള്ളത്? എന്തുള്ളത് ഞാൻ പറയേണ്ടിയിരുന്നത്? ശ്രീലക്ഷ്മി ജീവനോടെ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി മരിച്ചു പോയെന്നോ? ആ അവസ്ഥയിലുള്ള ആളോട് ഞാൻ പറയണോ ഇനി ശ്രീലക്ഷ്മി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്? ആ നിമിഷം ചങ്ക് പൊട്ടി മരിക്കുക മനുഷ്യൻ. എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം സന്തോഷമായിട്ടിരിക്കുമെന്ന് കരുതി എനിക്ക് തന്നതാ ശ്രീലക്ഷ്മിയെ. മോളെ പറ്റി ഒരറിവും ഇല്ലാത്തത് കൊണ്ട് അവൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണമെന്ന് ഞാൻ എങ്ങനെ പറയും? നീ പറയുന്നതൊക്കെ ശരി തന്നെ. അങ്ങനെ ശരി വെക്കുമ്പോഴും നിനക്കും ഉള്ളിന്റെ ഉള്ളിൽ അറിയില്ലേ സത്യം എന്താണെന്ന്? അതെത്ര നാൾ ഒളിച്ചു വെക്കാൻ പറ്റും? എന്താണ് സത്യം? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. എന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ മാത്രമേ അപ്പോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രവി, ചേട്ടായി പറയുന്നതെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഏട്ടത്തിയുടെ കാര്യത്തില് എന്താണ് ചേട്ടായുടെ തീരുമാനം? വാക്കുകൊടുത്തനുസരിച്ച് ഇനി ഇവിടേക്ക് വരുന്നത് ഏട്ടത്തെയും കൂട്ടിയായിരിക്കണം. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. പിന്നെ എങ്ങനെ ഏട്ടായി വാക്ക് വലിക്കാൻ പറ്റുക? അന്വേഷിക്കാവുന്നിടത്തെല്ലാം നമ്മൾ അന്വേഷിച്ചല്ലേ? അല്ല, ഇനി എന്താണ് ചേട്ടായുടെ പ്ലാൻ? ഈ കാര്യത്തിൽ എന്റെ ഒരു അഭിപ്രായം പറയാം. തൽക്കാലം നീ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. അതെ സർ, അതാ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഏറ്റവും നല്ല തീരുമാനം. സർ കുറച്ചുനാള് മാറി നിന്ന ആ സമയത്ത് ഞങ്ങള് സരോജ ആന്റിയെയും അങ്കിളിനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എനിക്കും ഇതേ അഭിപ്രായമാണ് ചേട്ടായി. ഇനി ചേട്ടായുടെ സമ്മതം കൂടി മാത്രം മതി. എന്നാ യാത്രക്കുള്ള അറേഞ്ച്മെന്റ് ചെയ്യട്ടെ ചേട്ടായി. രാജാറാമും പോണം ചേട്ടായിയുടെ കൂടെ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. വേണ്ട. ഈ യാത്രയിൽ ഞാൻ മാത്രം മതി. എന്റെ ഉള്ളിലെ ശ്രീലക്ഷ്മിയെ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കും. കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. ചേട്ടായി എങ്ങോട്ട് പോകാനാ ഉദ്ദേശിക്കുന്നേ? നീലഹസ്തി മലയിലേക്ക്. ഒന്നുകൂടി എനിക്ക് അവിടെ പോണം, തനിച്ച്. ശ്രീലക്ഷ്മിയുടെ അച്ഛന് കൊടുത്ത വാക്കും എന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ ഈ നാട്ടിലേക്ക് വരുമെങ്കിൽ അത് ശ്രീലക്ഷ്മിയുടെ കൈ പിടിച്ചാവും. അതല്ല മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ ശ്രീലക്ഷ്മിയെ പോലെ രവിയെ മിനിമാരും കാണില്ല.